ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ദിവസമോ അതല്ലാന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഇപ്പോൾ അത്യാവശ്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ തീർക്കേണ്ട ദിവസങ്ങൾ കാണുമല്ലോ, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. എന്നാൽ ടേസ്റ്റോ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു അച്ചാറോ അല്ലെങ്കിൽ റേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ എഗ്ഗ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബിരിയാണി റൈസാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്നും ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ മിനിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരട്ടെ. അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം 4 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എഗ്ഗിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നൈഫ് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് ഇങ്ങനെ ഈ എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടോ, 1 മിനിറ്റ് ഒക്കെ ഒന്ന് മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 എഗ്ഗ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുക്കാം. ഇത്രയും മതിയാകും കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം കടായി തന്നെ ഞാനൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും മീഡിയം സൈസ് ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം ഓയിലിൽ തന്നെ 2 ബേ ലീഫ്, 3 ഏലക്ക, 3 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പു, ഷാജീര 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുക്കി കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇത് 3 പച്ചമുളക് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എണ്ണം ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചതച്ചത് ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ 1/2 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഈ ഉള്ളിയെല്ലാം ഒന്ന് വാടി നന്നായിട്ട് ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഞാൻ ഈ പൊടിയൊക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇപ്പം ഇരിക്കുന്നത്. 3/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് 2 ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൊമാറ്റോ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടണം കേട്ടോ. ഇപ്പം ടൊമാറ്റോ നല്ലതുപോലെ കുക്കായി ഓയിൽ മുകളിലായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും 5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് വരെയൊക്കെ അടച്ചു വെച്ചാൽ മതിയാകും. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നല്ല ഒരു പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒന്നും കൂടി അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ബാസ്മതി റൈസ് ഞാൻ 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വാഷ് ചെയ്തതിന് ശേഷം. അപ്പോൾ അത് അരിപ്പയിൽ കൂടി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം.
ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളകോ അതല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി ഇനി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പം ഞാനിപ്പോൾ നോക്കിയായിരുന്നു കേട്ടോ. നോക്കിയപ്പം ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് ഞാനിനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഞാൻ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ തൈര്, അത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പം നാരങ്ങ ചേർത്ത് കൊടുക്കാത്തത്. പിന്നെ 2 ടൊമാറ്റോയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഓർക്കണം. പുളി ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു നാരങ്ങ ഈ ഒരു സമയത്ത് നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയില, പിന്നെ മല്ലിയില, അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഇത്തിരി വെള്ളത്തിൽ, ഒരു 2 സ്പൂൺ വെള്ളത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചും കൂടി നല്ല കളർ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും മഞ്ഞൾപ്പൊടിയുടെ ഉണ്ടാവില്ല കേട്ടോ ഇത് ഒഴിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് പാലിൽ കുതിർത്തതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പം എൻ്റെ കയ്യിൽ അത് തീർന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ മഞ്ഞൾപ്പൊടി ഒഴിക്കുന്നത്. ഇനി പാത്രം അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും. പിന്നെ ഓരോരുത്തരുടെയും ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല മണം വരുന്നുണ്ട്. ഈ ചോറൊക്കെ ഉടഞ്ഞു പോകാതെ നന്നായിട്ട് പതുക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. കറക്റ്റ് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയനില്ലേ, അത് ഞാൻ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം നാരങ്ങ അച്ചാറുണ്ട്, റേത്തയുണ്ട്, പപ്പടമുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഇത് കഴിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല കറക്റ്റാണ് കേട്ടോ. എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഒട്ടും താമസം ഇല്ലാണ്ട് തന്നെ, ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള എഗ്ഗ് ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.